നേരത്തെ വന്ധ്യതയ്ക്കുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചിരുന്നു. അതിലേക്ക് വരാം. നമ്മൾ ആദ്യമായി ചെയ്യുന്നത് സ്ത്രീയുടെ ഒരു സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ യൂട്രസ്, അതോടനുബന്ധിച്ചുള്ള അണ്ഡാശയം, സമീപത്തുള്ള അവയവങ്ങൾ, ഇതിനെയൊക്കെ എന്തെങ്കിലും അപാകതകളുണ്ടോ, വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചറിയുന്നു. ഇതിൽ ഒരു പരിധിവരെ നമുക്ക് അണ്ടങ്ങളുടെ നമ്പറിനെ പറ്റി ഒരു ഐഡിയ ലഭിക്കും. അതോടൊപ്പം തന്നെ യൂട്രസിൻ്റെ ലൈനിങ് ഇവളുടെ മെൻസ്ട്രൽ ഫേസിനനുസരിച്ചിട്ടാണോ പോകുന്നത്, അണ്ടവളർച്ച കൃത്യമായിട്ടാണോ പോകുന്നത് എന്നുള്ളതും അറിയാൻ സാധിക്കും. പിന്നീട് ചെയ്യുന്ന ഒരു കാര്യമാണ് AMH അഥവാ ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ്. ഇത് 2 എക്സ്ട്രീം ആണെങ്കിൽ അതിനനുസരിച്ച് അണ്ടങ്ങളുടെ ക്വാളിറ്റിയിലും നമ്പറിലും വ്യതിയാനങ്ങൾ കാണാറുണ്ട്. പിന്നീട് ചെയ്യേണ്ടതാണ് സ്ത്രീയുടെ അണ്ടവാഹിനി കുഴലിൻ്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുക എന്നുള്ളത്. ഇത് പല രീതിയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഉചിതമായ രീതി ഏതാണോ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് നിശ്ചയിക്കുന്നതാണ്. എന്നാൽ സ്ത്രീയെ മാത്രം പരിശോധിച്ചാൽ മതിയോ? അല്ല, പുരുഷന്റെ പരിശോധനയും വളരെ പ്രാധാന്യം അർഹിക്കുന്നു.